mesmerizing wedding collection. Tejaswini by Chungat Jewelry. तुम्हारे लिए Make every moment a beautiful celebration with Joya Lucas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റലായ അങ്കമാലിക്ക് കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോടെ നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ഇപ്പോൾ അങ്കമാലിയിൽ. ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് now at MC Road, അങ്കമാലി. കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക്. എല്ലാവരും അവരുടെ കൈയകലത്തിൽ നിന്നുകൊണ്ട് ചങ്ങലയായി കൈകൾ പിടിച്ചുകൊണ്ട് ഈ ജനകീയ പ്രതിഷേധത്തിൽ അണിചേരുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായി ഡിവൈഎഫ്ഐ സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണിചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജനങ്ങളുടെ യാത്രാ ദുരിതം ദുസ്സഹമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു, ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. പ്രതിജ്ഞ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ നയമെന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ നിരന്തരം പൊരുതുക. ആ പോരാട്ടത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്നിവിടെ നടത്തിയ 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യച്ചങ്ങല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും വിദ്യാഭ്യാസ രംഗത്ത്, സാക്ഷരതയുടെ രംഗത്ത്, സാമൂഹ്യ പുരോഗതിയുടെ രംഗത്ത്, വികസന രംഗത്ത്, വ്യവസായവൽക്കരണ രംഗത്ത്, എല്ലാ രംഗത്തും കൂടുതൽ പുരോഗതി ആർജിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് കേരളീയരായ നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടായെന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതിന് സാഹചര്യം ഉണ്ടായത് കോൺഗ്രസിന്റെ ഭരണക്കുത്തക ഇല്ലാത്ത ഒന്നുകൊണ്ടാണ്. അതിന് സാഹചര്യം ഇപ്പോഴുള്ളത് നരേന്ദ്രമോദിയുടെ BJPയുടെ ഭരണക്കുത്തക ഇവിടെ സാധ്യമല്ല എന്നതുകൊണ്ടാണ് ഈ പുരോഗതി എന്ന് ഞാൻ അങ്ങേയറ്റത്തെ അഭിമാനബോധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇന്ത്യ രാജ്യത്തെ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മികച്ച സംഭാവന ഏത് സംസ്ഥാനങ്ങൾക്കെന്ന് ചോദിച്ചാൽ ആനന്ദത്തോടുകൂടി അഭിമാനബോധത്തോടുകൂടി ഈ കേരളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് ഇവിടെയുള്ളത് നമ്മുടെ നേട്ടം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവഗണനയ്ക്കെതിരെ പ്രത്യേകിച്ച് നരേന്ദ്രമോദി RSS ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഇവിടെ കേരള സംസ്ഥാനത്ത് ഭരിക്കുന്നത്. മുമ്പ് മുതൽ കോൺഗ്രസും ഇപ്പം BJP നരേന്ദ്രമോദി നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു, നമ്മുടെ പദ്ധതി വിഹിതം നിഷേധിക്കുന്നു, അർഹമായ പദ്ധതി വിഹിതം നൽകുന്നില്ല. ഇതെല്ലാം ഉണ്ട്. ഇതിനെതിരെയാണ് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി ഇന്ന് നമ്മൾ നടത്തിയ മനുഷ്യച്ചങ്ങല. ആ മനുഷ്യച്ചങ്ങലെ അണിനിരുന്ന മുഴുവൻ ജനസമൂഹത്തെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, സർവോപരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാവിയിലും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പൊരുതാനുള്ള കരുത്ത്
ഈ പ്രക്ഷോഭത്തിൽ നിന്നും നമുക്ക് ആർജിക്കാൻ കഴിയണം, ഭാവിയിലും പൊരുതേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. കാലങ്ങളോളം കൈമാറിയ സ്വർണബന്ധങ്ങൾ. മാവേലി ജ്വല്ലറി, അങ്കമാലി.